കർത്താവ് പറയുന്നു, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. എഫ്രായിം, ഇസ്രായേൽ എന്നൊക്കെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെയാണ്, നമ്മെയാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു, എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയതു ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. കർത്താവ് നമ്മെ കരങ്ങളിൽ വഹിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ നാം അറിയുന്നില്ല ദൈവവുമാണ് സുഖപ്പെടുത്തിയതെന്ന്. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ. നാം ഓരോരുത്തരോടും കർത്താവ് സങ്കടപ്പെട്ടാണ് പറയുന്നത്. കർത്താവ് കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. നാം എന്തു തെറ്റു ചെയ്താലും നമ്മുടെ മുമ്പിൽ കുനിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നു. എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കൂട്ടുന്നു. കർത്താവിനെ അറിയാൻ നാം ശ്രമിക്കാറില്ല. നമ്മുടെ കഴിവിൽ നാം ആശ്രയിക്കുന്നു, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുന്നില്ല. മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. കർത്താവ് വീണ്ടും നമ്മോട് ചോദിക്കുന്നു, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു. എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. കർത്താവ് വീണ്ടും പറയുന്നു, ഞാൻ നിന്നെ വഴി നടത്തും, നിന്റെ വേദനകളിൽ ആശ്വസിപ്പിക്കും. നമ്മുടെ കർത്താവിൻ്റെ നമ്മോടുള്ള സ്നേഹം മനസ്സിലാക്കി അവിടുത്തെ സ്നേഹിക്കാം, അവിടത്തോട് ചേർന്നിരിക്കാം. ആമേൻ.